നമസ്കാരം. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചൽ രാജ് എഴുതിയ സ്നേഹം എന്നുള്ള പുസ്തകമാണ്. വായിച്ച പകുതിയായിട്ടുള്ളൂ. ഒരു ഒക്കേഷ് ബുക്ക് എന്നുള്ള എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളൂ. ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ളോ തീരെ മോശമെന്നോ തോന്നിയിട്ടില്ല. എങ്കിലും അതിലെ ഒരു സ്നേഹം മുറിവും മരുന്നും എന്നുള്ള അധ്യായത്തിൽ ഒരു ഭാഗം വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന് തോന്നി. ഞാൻ ആദ്യം ആ ഭാഗം വായിക്കാം. ഒരു വിവാഹബന്ധത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയ ഒരാൾ അയാൾ പറയുന്ന വാക്കുകളായിട്ടാണ്. ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞതെങ്കിലും ഇടയ്ക്കിടെ അയാൾ നിശബ്ദനാവുന്നുണ്ടായിരുന്നു. ശരിയാണ്, ഒന്നാലോചിച്ചാൽ പരസ്പരം അത്രയേറെ മനസ്സിലാക്കുന്ന രണ്ടുപേർ ഒന്നിക്കുന്നത് പോലെ ഭംഗിയുള്ളതല്ലേ ഒരിക്കലും ഒത്തുപോകാൻ സാധിക്കാത്ത രണ്ടുപേർ പിരിഞ്ഞു പോകുന്നതും. ഒരിടത്ത് ഒരു കൂട്ടർ ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്നു, മറ്റൊരിടത്ത് ഒരു കൂട്ടർ പരസ്പരം സ്വപ്നങ്ങളെ നശിപ്പിക്കാതെ മാറിക്കൊടുക്കുന്നു. ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് അയാൾ സംസാരിക്കുന്നതിൽ എവിടെയും അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഡിസിഷൻ തെറ്റിപ്പോയി, ഞങ്ങളുടെ പ്രോബ്ലം എന്നിങ്ങനെ തന്നെയായിരുന്നു. ഒരിക്കൽ പോലും മറ്റൊരാളുടെ മുന്നിൽ സ്വന്തം ജീവിതത്തെ വലിച്ചു കീറി വിലയിരുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് അയാളെന്നത് സംസാരിച്ചു കൊണ്ടിരിക്കവേ എനിക്ക് മനസ്സിലായി. പിരിയാനുള്ള കാരണങ്ങളോ വാദപ്രതിവാദങ്ങളോ ഒന്നും അയാൾ എന്നോട് പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തുണ്ടായ കുറച്ച് കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, വിസ്മയ, അതുല്യ, വിഭജിക, ഒരുപാട്, പിന്നെയും പേര് അറിയുന്നതും അറിയാത്തതും പുറം ലോകം അറിയുന്നതുമായ ഒരുപാട് പേരുകളുണ്ട്. ഇന്നും ജീവൻ അവസാനിപ്പിക്കാതെ ഇത്തരത്തിലൊരു പല ടോക്സിക് റിലേഷൻഷിപ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നവരുമുണ്ട്. ഈ ഒരു അവസരത്തിൽ ഈ കാര്യം ഒന്നുകൂടി പറയേണ്ടതുണ്ടെന്ന് തോന്നി. ഇത് നമുക്കാർക്കും അറിയാത്തൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും വിവാഹങ്ങളെ, പ്രണയ സാഫല്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നല്ല കാര്യം. പക്ഷേ അതോടൊപ്പം തന്നെ എല്ലാവരും, നോട്ട് ഓൾ പീപ്പിൾ ആർ മെൻ ഫോർ ഈച്ച് അതർ, അല്ലേ? എപ്പോഴും നമ്മൾ മെയ്ഡ് ഇൻ ഹെവൻ, മെൻ ഫോർ ഈച്ച് അതർ തുടങ്ങിയ വാക്കുകൾ വളരെ ലൂസായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇൻ റിയൽ ലൈഫ് നോട്ട് ഓൾ പീപ്പിൾ ആർ മെൻ ഫോർ ഈച്ച് അതർ എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലും പരസ്പരം കോമ്പാറ്റബിളായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, അതിൻ്റെ ടോക്സിസിറ്റി ഒക്കെ അതിൻ്റെ സന്തോഷത്തെക്കാളും അതിൻ്റെ ഗുണങ്ങളെക്കാളും ഒക്കെ ഒരുപാട് മുകളിലായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ then it's okay to graciously leave from that relation, to get separated, to live independently. It's okay എന്നുള്ളത് മാത്രമല്ല, it's actually better. It can sometimes be even life saving എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ഒരു കാര്യത്തിലേക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്ന ഒരു പക്വതയിലേക്ക് വ്യക്തികളോ സമൂഹമോ വളർന്നിട്ടില്ല എന്നുള്ളതൊരു സാമൂഹിക യാഥാർത്ഥ്യം തന്നെയാണ്. മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇനിയും ഒരുപാട് നമുക്ക് ഈ മേഖലയിൽ മുന്നോട്ട് പോകാനുണ്ട്. ഇവിടെയും പല ചോദ്യങ്ങളുണ്ട്. വിവാഹം എന്നുള്ളത് പവിത്രമാണോ? അവസാനം വരെ ഒരുമിച്ചുണ്ടാകേണ്ടതാണോ? അതോ അത് ജസ്റ്റ് ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ആണോ? രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ. ഐഡിയലി വിവാഹം എന്നുള്ളതൊരു പവിത്രമായ റിലേഷനാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ചാൽ ജീവിതാന്ത്യം വരെ ഏതൊരവസരത്തിലും ഒരുമിച്ച് നിൽക്കുകയാണ് ഐഡിയലി വേണ്ടത്. പക്ഷേ ഇത് രണ്ടുപേരും പരസ്പരം സ്നേഹാദരങ്ങളോടെ പരസ്പരം അംഗീകരിച്ച് ഒരു മിനിമൽ കെയറും അറ്റൻഷനും കൊടുത്തുകൊണ്ട് മറ്റൊരാളുടെ സ്വപ്നങ്ങളെയും ജീവിതത്തെയും ചവിട്ടി അരയ്ക്കാതെ നല്ല രീതിയിൽ ജീവിക്കുമ്പോഴാണ് അതിന് പവിത്രത കൈവരുന്നത്. ഒരു ഇൻബിൽറ്റ് പവിത്രതയേക്കാൾ ആ ഒരു കൺസെപ്റ്റിന് നമ്മുടെ ജീവിതത്തിലൂടെ, കപ്പിൾസ് ജീവിതത്തിലൂടെ ആ ഒരു കൺസെപ്റ്റിന്, ആ ഒരു പവിത്രതയ്ക്ക് ജീവൻ കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ജീവിക്കുന്ന വിവാഹങ്ങളും പ്രണയങ്ങളും എല്ലാം സുന്ദരങ്ങളാണ്. എന്നാൽ അങ്ങനെ അല്ലെങ്കിൽ, ഇവിടെ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു വ്യക്തിക്ക് തീരെ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ളൊരു അഭിമാനത്തിന് സ്പേസ് കൊടുക്കാതെ, ആ വ്യക്തി ജീവിക്കുന്നു എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ, ടോക്സിക് ആയിട്ടുള്ള ഫിസിക്കലിയും മെൻ്റലിയും അബ്യൂസും ഒരുപാട് രീതിയിൽ പല ഫോംസ് ഓഫ് ടോക്സിറ്റി ഉള്ള റിലേഷൻസിൽ അവിടെ വിവാഹം പവിത്രമാണെന്നുള്ള ഒരു ഐഡിയലിസ്റ്റിക് കൺസെപ്റ്റ് പറഞ്ഞിട്ട് അതിൽ തുടരാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളെ, രണ്ട് കൂട്ടർക്കും ബാധകമാണെങ്കിൽ പോലും സ്റ്റിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളാണ് കൂടുതൽ അനുഭവിക്കുന്നത്. തുടരാനായിട്ട് അവരെ ഡയറക്റ്റ്ലിയോ അല്ലാതെയോ നിർബന്ധിക്കുന്നത് ഒട്ടും ശരിയല്ലെന്ന് മാത്രമല്ല, ചില അവസരങ്ങളിൽ അവരെ അറിഞ്ഞോ അറിയാതെയോ കൊലയ്ക്ക് അവസ്ഥയിലേക്ക് പോലും നയിക്കാം എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ആദ്യം നമ്മൾ ഓൺ പേപ്പർ അംഗീകരിക്കണം. ചില കേസുകളിൽ സം റിലേഷൻസിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു വാക്ക് ഔട്ട്. അതൊരു തെറ്റല്ല. അവിടെ വിവാഹങ്ങൾ ഡിവൈൻ ആണോ എന്ന് ചോദിക്കുന്നില്ല, ആ ഡൈവോഴ്സ് ഇസ് ബാഡ് എന്ന് വയ്ക്കുന്നില്ലേ, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കേസ്. എല്ലാ കേസുകളിലും മോശമെന്നോ നല്ലതെന്നോ പറയാൻ പറ്റില്ല. വെറും സൗന്ദര്യപ്പണക്കങ്ങളുടെ പേരിൽ എല്ലാവരും പിരിയണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ രണ്ട് തരം പ്രശ്നങ്ങളുണ്ട്. പരസ്പരം സ്നേഹിക്കുന്ന, അംഗീകരിക്കുന്ന ദമ്പതിമാർക്കിടയിൽ വരുന്ന ചെറിയ സൗന്ദര്യപ്പണക്കങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ട്. അത് പിന്നെയും പരിഹരിക്കാൻ ശ്രമിക്കാം. എന്നാൽ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത ടോക്സിക് ട്രേറ്റ്സ് ഒരുപാട് പേർക്കുണ്ട്. ഇതിൽ ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ കോമൺ സെൻസുള്ള മനുഷ്യരല്ലേ. നമ്മൾ സ്നേഹത്തോടെ, ശ്രദ്ധയോടെ, അത്യാവശ്യം സാമൂഹിക ജ്ഞാനത്തോടെ വ്യക്തികളെ മനസ്സിലാക്കാനുള്ള, ഹൃദയഭാഷ മനസ്സിലാക്കാനുള്ള ഒരു ആർദ്രതയോടെ, സെൻസിറ്റിവിറ്റിയോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്കെന്നുള്ളതല്ല, ശരിക്കും ഇവൻച്വലി ആ കപ്പിൾസാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഇഫ് ഇറ്റ്സ് റിയലി ഫീൽസ് ലൈക്ക് എ ടോക്സിക് റിലേഷൻഷിപ്പ്, ഇഫ് ഇറ്റ്സ് ഫീൽസ് ലൈക്ക് യുവർ ലൈഫ് ഈസ് ബീങ് റൂയിൻ, ദെൻ ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് യു ഷുഡ് വാക്ക് ഔട്ട്, അല്ലേ?
എന്ത് വിധേനയും എന്ത് സഹിച്ചും കണ്ടിന്യൂ ചെയ്യുന്നതിന് അർത്ഥമില്ല. ഈ സഹനം എന്ന് പറയുന്ന, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ, സഹനം എന്ന് പറയുന്ന ഗുണത്തെ അല്ലെങ്കിൽ ഒരു ട്രേറ്റിനെ ഒരുപാട് ഓവർ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട്. സഹനം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ ചെയ്യുമ്പോൾ നല്ലതാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് മതി. രണ്ട് കൂട്ടരും ചെയ്യുകയാണെങ്കിൽ അത് ചില സാഹചര്യങ്ങളിൽ നല്ലതാണ്. ഒന്നിലും അഡ്ജസ്റ്റ് ചെയ്യരുന്നോ എല്ലാത്തിലും സ്വന്തം ഇഷ്ടം മാത്രം നോക്കി നടക്കണം എന്നല്ല അർത്ഥം. പക്ഷേ ഒരു വ്യക്തി മാത്രം ചെയ്യുമ്പോൾ, ഒരു വರ್ತല്ലാത്തൊരു റിലേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ സഹനം എന്നുള്ളത് അത്ര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ട്രേറ്റ് ആയിട്ട് തോന്നുന്നില്ല. ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് സഹിക്കുന്നത്? അത് രണ്ടുപേരും ചെയ്യുന്നുണ്ടോ? അതൊരു മ്യൂച്വൽ കാര്യങ്ങളാണോ? ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? Some people, some situations are worth the trouble, but some people are not worth the trouble. അത് തിരിച്ചറിയാൻ അവനവനാണ് ആദ്യം കഴിയേണ്ടത്. രണ്ടാമത്, ഇപ്പോഴും കുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് കുടുംബങ്ങൾ തിരിച്ചറിയണം. സ്വന്തം മക്കളെ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ എന്ത് വിധേനയും വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കു വേണ്ടിയാണെങ്കിലും അവരെ അവിടെ തുടർന്ന് മരണത്തിലേക്ക് തള്ളിവിടാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നത് ശരിയല്ല. എനിക്കറിയില്ല, ചില പാരൻസിനൊക്കെ ചില സമയത്ത് വർത്തമാനം കേൾക്കുമ്പോൾ എങ്ങനെയാണ് സ്വന്തം മക്കളെക്കുറിച്ച്, ആണോ പെണ്ണോ ആരെങ്കിലും ആവട്ടെ, എനിക്കുമുണ്ട് 2 ചെറിയ കുട്ടികൾ. നമ്മുടെ മക്കൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ സമൂഹമല്ല ആരെന്ത് പറഞ്ഞാലും അവരുടെ നല്ല അവസ്ഥയല്ലേ നമ്മൾ മനസ്സിൽ കാണേണ്ടത്. അതല്ലാതെ ചിന്തിക്കാൻ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് കഴിയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ദ്രവ്യമാന കൊലകളും അങ്ങനെ പല ഇതുകളും നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ടാവാം, ബഹുജനം പലവിധം എന്നല്ലേ. അപ്പോൾ ഡൈവോഴ്സസ് എപ്പോഴും ബാഡ് അല്ല. പിന്നെ അറ്റ് വാട്ട് കോസ്റ്റ് നമ്മൾ സഫർ ചെയ്യണം, പക്ഷേ അറ്റ് വാട്ട് കോസ്റ്റ്, ഫോർ വാട്ട് എന്നുള്ളത് ചോദിക്കേണ്ട ചോദ്യമാണ്. പിന്നെ കല്യാണം കഴിച്ച് കൊടുക്കൽ പോലുള്ള ചില ടേമുകളുടെ ഒരു അശാസ്ത്രീയതയും, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അന്വേഷിക്കേണ്ട, അവളെ കൊടുത്തതല്ല എന്നൊക്കെയുള്ള വാക്കുകൾ ഇപ്പോഴും പ്രയോഗിക്കാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയില്ല. ഇതെന്താ സ്ഥാപന ജംഗമ വസ്തുക്കളാണോ? കൊടുക്കാനായിട്ടല്ല. ഇറ്റ്സ് എ ഹ്യൂമൻ ബീയിങ് വിത്ത് ഓൾ ഇമോഷൻസ് അല്ലേ. പിന്നെ ഓൾവേസ് യുവർ ഡോട്ടർ ഓർ സൺ, എസ്പെഷ്യലി ഡോട്ടർ, ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ സെപ്പറേറ്റഡ് ദാൻ ഡെഡ് അല്ലേ. മരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ സെപ്പറേറ്റഡ് ആവുന്നത്. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണെങ്കിലും വീണ്ടും പറയുന്നു. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ നല്ല രീതിയിലുള്ള വിവാഹങ്ങളും ആഘോഷിക്കുന്ന പോലെ ഒട്ടും പറ്റാത്തവർ സെപ്പറേറ്റ് ആയാൽ അതും നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. കഴിഞ്ഞുപോയി ദുരന്തം എന്നുള്ള നിലയിൽ അത്തരമൊരു ടോക്സിക് റിലേഷൻസ് പുറത്തു വന്നു കഴിഞ്ഞാൽ ജീവിതം എത്ര വിശാലമാണെന്ന് നമുക്ക് കാണാൻ കഴിയും അല്ലേ. പിന്നെ ഇനി വിവാഹത്തിന് ബാക്കി കാര്യങ്ങളൊക്കെ നിശ്ചയവും ജാതകം നോക്കലും എല്ലാ കലാപരിപാടികളും കഴിഞ്ഞെങ്കിലും ഒട്ടും ഒത്തുചേരാൻ പറ്റിയെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ അത് ക്യാൻസൽ ചെയ്യുന്നതാണ് നല്ലത്. ഒരു ജീവിതത്തിൽ എത്തി പിന്നെ അതിൻ്റെ കോടതി ബാക്കി നൂലാമാലകളിലേക്ക് പോകുന്നതിനേക്കാളും. അപ്പോൾ നാട്ടുകാരെ ക്ഷണിച്ചു എന്നുള്ളതുകൊണ്ടോ, സദ്യയ്ക്ക് ഓർഡർ കൊടുത്തു എന്നുള്ളതുകൊണ്ടോ, പന്തൽ കെട്ടാൻ ആളെ ഏൽപ്പിച്ചു എന്നുള്ളതുകൊണ്ടോ, 10ൽ 10 11 പൊരുത്തങ്ങൾ ചേർന്നു എന്നുള്ളതുകൊണ്ടോ 2 കൂട്ടർ ഒരുമിച്ച് ജീവിക്കണം എന്നില്ല. നമ്മുടെ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് മെൻ്റൽ കോമ്പാറ്റബിലിറ്റിയാണ്. ആ 2 വ്യക്തികൾ കോമ്പാറ്റബിൾ ആണോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും കുറേ മാറ്റം വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ജാതകം അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ തമ്മിലുള്ള കോമ്പാറ്റബിലിറ്റിക്ക് കുറേ കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. എല്ലാ മാറ്റങ്ങളും നല്ലതാണ് ഞാൻ പറയില്ല, പക്ഷേ നല്ല മാറ്റങ്ങൾ ഇതിൽ പലതും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഒട്ടും പറ്റാത്തതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് തന്നെ ഒഴിഞ്ഞു പോവുക. അങ്ങനത്തെയുള്ള ഒഴിഞ്ഞു പോയൊരു ദുരന്തം എന്ന നിലയിൽ നമ്മൾ അതിൽ ആഘോഷിക്കാൻ പഠിക്കണം. അർച്ചന 31 ഓട്ടോട്ടുള്ള സിനിമയിൽ അവസാനത്തെ 10 മിനിറ്റ് യൂട്യൂബിൽ കിട്ടും, ഒന്ന് കണ്ടു നോക്കൂ. വിവാഹം കഴിക്കാൻ പോയ ആൾ തലേ ദിവസം വേറൊരു പെൺകുട്ടിയുടെ കൂടെ പോയി. അപ്പോൾ അർച്ചന നമ്മളെ ഐശ്വര്യലക്ഷ്മി അവതരിപ്പിച്ച കഥാപാത്രമാണ്. അവർ ആ വിവാഹത്തിന് വന്നവരോട് പറയുന്നതാണ്. എനിക്കിതിലൊരു വിഷമമില്ല എന്നുള്ള രീതിയിൽ നല്ലതാണ്. അന്ന് യൂട്യൂബിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ, ഇത്തരം റിലേഷൻസിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ വലിയൊരു ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ വെല്ലുവിളികൾ ഉണ്ടാവാം, ഒന്നുമില്ല എന്നും പറയുന്നില്ല, പല വെല്ലുവിളികളും ഉണ്ടാവാം. പക്ഷേ എനിത്തിങ് ഈസ് ബെറ്റർ ദാൻ കണ്ടിന്യൂയിങ് ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ് ആൻഡ് റൂയിനിങ് യുവർ സെൽഫ് ഓർ ഈവൻ കില്ലിങ് യുവർ സെൽഫ് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ പുറത്തെ വിശാലമായ ലോകം കാണാൻ കഴിയില്ല. സോ വാക്ക് ഔട്ട്. ഇഫ് യു റിയലി ഫീൽ ലൈക്ക് ദാറ്റ്സ് എ ടോക്സിക് റിലേഷൻഷിപ്പ്, വാക്ക് ഔട്ട് അറ്റ് എനി കോസ്റ്റ്. ഇനി അങ്ങനെ തീരുമാനം എടുക്കുന്നവരെ നമ്മുടെ ഫാമിലി ആണെങ്കിലും സമൂഹമാണെങ്കിലും കുറച്ചുകൂടി ഒരു മനുഷ്യത്തോടെ കാണാൻ ശ്രമിക്കണം. അവൾ കല്യാണം ഒഴിവാക്കി വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കുത്തുവാക്കുകളും വിലയിരുത്തലുകളും ഒന്നുമായിട്ട് പോകരുത്. പ്രിയപ്പെട്ട നാട്ടുകാരോട് ഇഫ് യു കോണ്ട് ഹെൽപ്പ് സമ്മൺ അറ്റ്ലീസ്റ്റ് ലീവ് ദം എലോൺ എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും പറയാനുള്ളത്. അപ്പോൾ സമൂഹവും കുടുംബവും എല്ലാം വ്യക്തികളും എല്ലാം കുറച്ചുകൂടി ചിന്താഗതികൾ വിശാലമാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ കോടതികൾ, വിവാഹം എന്നുള്ളൊരു സിവിൽ അഗ്രിമെൻ്റാണ് കോടതിയെ സംബന്ധിച്ച്. അതിൻ്റെ ഡിവൈനിറ്റി എന്നുള്ളത് കോടതികളുടെ ഒരു ഇതിൽ വരുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വ്യക്തിപരമായ വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു ആചാരപരമോ മതപരമായ കാര്യമാണ്. കോടതിയെ സംബന്ധിച്ച്, ഒരു സെക്യുലർ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു കോടതിയെ സംബന്ധിച്ച് 2 കൂട്ടർക്ക് തുടർന്നു പോകാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ, എസ്പെഷ്യലി ഫിസിക്കൽ അബ്യൂസ് പോലത്തെ ഒട്ടും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അവരെ ഈ നിയമത്തിൻ്റെ നൂലാമാലകളിലൂടെ വലിച്ചഴച്ച് വെറുപ്പിക്കാതെ പെട്ടെന്ന് അവർക്ക് പിരിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കോടതികൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഒരുപാട് ക്രിമിനൽ കേസുകൾ ഇപ്പോഴും പെൻഡിങ് ആയ നമ്മുടെ നാട്ടിൽ ഒരു സിവിൽ വ്യവഹാരത്തിന്, ഒരു സിവിൽ സെറ്റിൽമെൻറ്റിൻ്റെ ഒരുപാട് ഇൻട്രിക്കസീസിലേക്ക് പോയി കോടതികൾ, ഐ ഡോണ്ട് തിങ്ക് കോടതി അങ്ങനെ ഒരു മധ്യസ്ഥം വഹിക്കുന്ന രീതിയോട് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ യോജിപ്പില്ല. ഏത് വിധേനയും രക്ഷിച്ചെടുക്കേണ്ട, എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നല്ല വിവാഹം. നല്ല രീതിയിൽ പോയാൽ ഇറ്റ്സ് ഗ്രേറ്റ്, എ ഗുഡ് ഫാമിലി ഈസ് ഗ്രേറ്റ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് എല്ലാവർക്കും. പക്ഷേ എല്ലാ തവണയും അത് പറ്റില്ല എന്നുള്ളതൊരു സത്യമാണ്. നമ്മൾ സത്യങ്ങൾക്ക് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ. ചേർച്ചയും ഭാഗ്യവും ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വന്നാലേ അതുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലാത്ത അവസരങ്ങളിൽ യു ഷുഡ് വാക്ക് ഔട്ട്. പ്രൈമറിലി സഫർ ചെയ്യുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, അവർ സ്വയം തീരുമാനിക്കണം. സമൂഹം പിന്തുണ നൽകിയാലും ഇല്ലെങ്കിലും ചിലപ്പോൾ ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരും, എങ്കിലും അതിന് നമ്മുടെ ജീവൻ്റെ വിലയുണ്ട് അല്ലേ. കുട്ടികളുടെ കാര്യത്തിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം സെപ്പറേറ്റഡ് ആകുമ്പോൾ. പക്ഷേ ഒരു ടോക്സിക് ഫാമിലിയിൽ ഒരാൾ മറ്റൊരാളെ അബ്യൂസ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ വളരുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതായിരിക്കും ഒരു സിംഗിൾ പാരൻ്റ് കൂടെ വളരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചിലർ ഇൻഡിവിജ്വലി നല്ല വ്യക്തികളായിരിക്കാം, പക്ഷേ അവർ നല്ല ഭർത്താവോ നല്ല ഭാര്യയോ ആയിരിക്കില്ല. ഒരു രീതിയിലും മറ്റയാളെ പരിഗണിക്കാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഡൈവോഴ്സ് ഈസ് നോട്ട് ഓൾവേസ് ബാഡ്. ഇതിൽ നമ്മുടെ രേഖ അഞ്ചൽ രാജ പറഞ്ഞതുപോലെ ആ വാക്കുകൾ ഞാൻ ഒന്നുകൂടി പറയുന്നു. പരസ്പരം അത്രയേറെ മനസ്സിലാക്കുന്ന രണ്ടുപേർ ഒന്നിക്കുന്നത് പോലെ ഭംഗിയുള്ളതല്ലേ? അതെ. ഒരിക്കലും ഒത്തുപോകാൻ സാധിക്കാത്ത രണ്ടുപേർ പിരിഞ്ഞു പോകുന്നതും ഒരിടത്തൊരു കൂട്ടർ ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്നു, മറ്റൊരിടത്തൊരു കൂട്ടർ പരസ്പരം സ്വപ്നങ്ങളെ നശിപ്പിക്കാതെ മാറിക്കൊടുക്കുന്നു. ഒരുമിച്ചല്ലെങ്കിൽ പോലും ചിലപ്പോൾ ജീവിതം മുമ്പിലുണ്ടാവാം. അത് അങ്ങനെയെങ്കിൽ അങ്ങനെ ജീവിച്ച് തീർക്കട്ടെ. അങ്ങനെ ആരെങ്കിലും പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഏതെങ്കിലും കുഴികളിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ പുറത്തേക്ക് വരാൻ സഹായിച്ചില്ലെങ്കിലും തിരിച്ച കുഴിയിലോട്ട് ഉന്തിടാതിരിക്കാനുള്ള സാമാന്യ മര്യാദയും മനുഷ്യപ്പറ്റുമെങ്കിലും കുടുംബങ്ങളും സമൂഹവും കാണിക്കണം. ഇതല്ലെങ്കിൽ പല പല പേരുകളിൽ പലരും ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അവർക്കും അവരുടെ കുടുംബത്തിനും മാത്രമാണ് നഷ്ടമുണ്ടാകുക. ഒരുപാട് ഇനി വിഷയത്തിൽ ഇനിയും പറയാനുണ്ടെങ്കിലും 11 മിനിറ്റോളമായി തൽക്കാലം നിർത്തുന്നു. സോ ബാക്കി നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. മാറ്റങ്ങൾ വരട്ടെ സമൂഹത്തിൽ. കുടുംബങ്ങളിൽ കുരുതി കെടുക്കപ്പെടാതിരിക്കട്ടെ നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. Thank you.